والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള ആദരവുള്ള വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തനായി ജീവിക്കണം എന്നതിനോടൊപ്പം പോലെ ഓരോരുത്തരും ഓർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇൻഷാഅല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. മുസ്ലിമീങ്ങളായ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് സത്യത്തിൽ വലിയ അത്ഭുതമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകൻ, നമ്മുടെ സ്കൂളിലുള്ള മറ്റുള്ള അധ്യാപകർ നമ്മളോട് പറയും, നിങ്ങളെങ്ങനെയാണ് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6 മണിയോട് അല്ലെങ്കിൽ 7 മണിയോടനുബന്ധിച്ച് വരെ ഒരു പാനീയം പോലും കുടിക്കാതെ എങ്ങനെയാണ് വൈകുന്നേരം വരെ നിങ്ങൾ ആരാധന ചെയ്യുന്നത്? ഞങ്ങൾക്കത് ആലോചിക്കാൻ പോലും കഴിയില്ല, ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയും. ഞങ്ങളവർ പറയും, മുതിർന്നവരോട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവരിങ്ങനെ നോമ്പെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് പലപ്പോഴും ആലോചിക്കാറുണ്ട്. സത്യത്തിൽ വിശ്വാസികളായ നമ്മൾ നമ്മുടെ മതവുമായിട്ടുള്ള ബന്ധം വലിയ അത്ഭുതമാണ് മറ്റു മതക്കാർക്ക്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ ഒരു ഭക്തനായ ഹൈന്ദവ സഹോദരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭക്തനായ ഹൈന്ദവ സഹോദരൻ എന്നാൽ അവർ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ അമ്പലത്തിലേക്ക് പോകും, അവിടെയുള്ള വിശേഷ ദിവസങ്ങളിൽ പങ്കെടുക്കും, അവിടെ നടക്കുന്ന പൂജകളിലും മറ്റു ആരാധനകളിലും അദ്ദേഹം സജീവമാകും. ഇതാണ് ഭക്തനായ ഒരു ഹൈന്ദവ സഹോദരനും അവന്റെ മതവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ നാട്ടിൽ ഭക്തനായ ക്രൈസ്തവ സഹോദരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മാക്സിമം ഞായറാഴ്ച പള്ളിയുമായിട്ട് ബന്ധമുണ്ടാവും, പിന്നെ പള്ളി പെരുന്നാൾ സജീവാവും, പ്രത്യേകം വൈകുന്നേര ദിവസം ആരാധനയുമായി ബന്ധമുണ്ടാവും. ഇതാണ് ഭക്തനായ ഇതര മതസ്ഥരായ ആൾക്കാരുടെ മതവും തമ്മിലുള്ള ബന്ധം. എന്നാൽ നിങ്ങൾ ഭക്തനായ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തനായ മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ മിനിമം 5 തവണ അദ്ദേഹം പള്ളിക്ക് വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 400 മീറ്റർ അപ്പുറത്താണ് വീടെങ്കിൽ 5 നേരം പെട്രോള് ചിലവഴിച്ച് അദ്ദേഹം പള്ളിക്ക് ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച വിമാനം, പിന്നീട് സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരങ്ങൾ, ഇസ്ലാമികമായ ക്ലാസുകൾ, ഖുർആൻ പഠന പദ്ധതികൾ, ഹദീസ് പഠന പദ്ധതികൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസുകൾ, ഹിഫ്ള് സ്ഥാപനങ്ങൾ, മദ്രസ സ്ഥാപനങ്ങൾ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമായ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ദീനും തമ്മിൽ മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബന്ധമാണ്. എത്ര ആരാധനകളാണ്, ദിക്റുകൾ, ദുആകൾ, സമ്മേളനങ്ങൾ, ദാനധർമ്മങ്ങൾ, എഴുത്തിക്കാഫുകൾ, ഖിയാമുൽ ലൈൽ. അല്ലാഹു നിലനിർത്തി പെരുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച്, ഓരോ റമദാനിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ വീടുകളിലും കടകളിലും പള്ളികളിലും ഞങ്ങളുടെ നാട്ടിൽ ഇന്നാലിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് കാണും. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കുകയും, എന്നാൽ മറ്റു മതക്കാരുടെ പല രാമായണ മാസങ്ങൾ, മറ്റു ആഘോഷങ്ങളുടെ മാസങ്ങൾ, ദിവസങ്ങൾ നിങ്ങൾ ഏതെങ്കിലും മറ്റു ജില്ലകളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ആളുകൾ അവരുടെ ആഘോഷത്തിന്റെയോ ആരാധനയുടെയോ മാസങ്ങളിൽ വീടാന്തരം കയറി പാവപ്പെട്ടവർ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദാനധർമ്മം ലോകത്ത് ഏറ്റവും കൂടുതൽ നൽകുന്നത് നമ്മളാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു
കോഴിക്കോട് റെസിഡൻസ് അസോസിയേഷനിൽ പാവപ്പെട്ട ഒരു സാധുവായ മനുഷ്യന് വീട് നിർമ്മാണത്തിന് വേണ്ടി 22 അംഗ കമ്മിറ്റി ഉണ്ടായി. ആ 22 അംഗ കമ്മിറ്റി 20 അമുസ്ലിം സഹോദരങ്ങളും 2 മുസ്ലിം സഹോദരങ്ങളും 22 പേർക്കും റെസിപ്റ്റ് കൊടുത്തു. 2 മാസത്തിന് ശേഷം 20 അമുസ്ലിം സഹോദരങ്ങൾ പിരിപ്പിച്ചു കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു 2 മുസ്ലിം സഹോദരങ്ങൾ റെസിപ്റ്റിൽ പിരിപ്പിച്ചു. കാരണം മുസ്ലിം സഹോദരങ്ങളിൽ പള്ളിയിൽ വന്നിട്ട് പാവപ്പെട്ട ഒരാൾക്ക് വീടിനെന്ന് പറഞ്ഞാൽ നമ്മുടെ കീശികളുടെ പൈസ കൊടുക്കും. അത് കൊടുത്തുങ്ങനെ പോകുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് എന്നെ സഹായിക്കുന്നതാണ്, ബാക്കി നമ്മൾ കൊടുക്കും. അള്ളാഹു നമ്മളിൽ നിന്ന് ദീനുമായിട്ടുള്ള ബന്ധമാണ്. സഹോദരങ്ങളെ, ഈ ബന്ധം മുന്നിൽ നിർത്തിയിട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിച്ച് സംസാരിക്കാൻ നമ്മുടെ ആളുകൾ നമ്മളോട് ചോദിക്കാൻ മറ്റു മതക്കാർ അത്ഭുതത്തോടുകൂടി നമ്മുടെ ആരാധനയെ നോക്കിക്കാണുന്ന, മതവുമായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കാണുന്ന മറ്റു മതക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അത് നമ്മൾ പരസ്പരം ചോദിച്ചതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ദീനുമായും ആരാധനയുമായും ഖുർആനുമായും പള്ളിയുമായും ദിക്റുദുആകളുമായിട്ട് ബന്ധമുള്ള നിങ്ങളും ദീനുമായിട്ട് അധികമൊന്നും ബന്ധമില്ലാത്ത ഞങ്ങളും തമ്മിൽ ഒരു സ്വഭാവത്തിലോ ഒരു പെരുമാറ്റത്തിലോ നാട്ടിലെ ഏതെങ്കിലും വിഷയത്തിലോ ഒരു വ്യത്യാസവും ഇല്ലല്ലോ, അതെന്താ കാരണം? വലിയൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കേസിൽ 6 ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാഷെ 3 ആൾക്കാർ ഞങ്ങളുടെ ടീമാണെങ്കിൽ ബാക്കി 3 ആൾക്കാർ നിങ്ങളുടെ ടീമാണല്ലോ, അതെന്താ അങ്ങനെ? ഞങ്ങൾ 3 ആൾക്കാരുടെ പരലോക വിശ്വാസമില്ല, സ്വർഗമില്ല, നരകമില്ല, മദ്രസയിൽ പോയില്ല, കുത്തുബക്ക് വരുന്നില്ല, ക്ലാസ് കഴിക്കുന്നില്ല. പക്ഷെ ബാക്കി 3 ആൾക്കാർ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ. റമദാനിന് നോമ്പ് വെക്കുന്ന ടീമാണ്, ഹജ്ജിന്റെ നോമ്പൊക്കെ പോണ ടീമാണ്, നാട്ടിലെല്ലാ സൽക്കർമ്മങ്ങളിലും അവർ ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെട്ട ടീമാണ്. എന്ത് നമ്മളും നിങ്ങളും ഒരേപോലെ ആകുന്ന ആ വിഷയത്തിൽ നാട്ടിൽ ഒളിച്ചോടി പോയി? ശരി, അവരുടെ ചോദ്യം, കൊണ്ടുപോയത് ഞങ്ങളാണ്, ശരി, കൊണ്ടുപോയത് ഞങ്ങളുടെ ടീമാണ്, പക്ഷെ പോയത് കൂടെ പോയത് നിങ്ങളുടെ ടീമല്ലേ? അതെന്താ അങ്ങനെ? ഇത് മഹല്ലടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ പണ്ഡിതന്മാരും മൗലികമാരടക്കം ഞാനടക്കമുള്ള പ്രസംഗിക്കുന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാർ നമ്മുടെ മുസ്ലിം സമുദായത്തെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആരാധനാ കർമ്മങ്ങളുടെ മുഴുവൻ ഷർത്തും ഫർളും അതിന്റെ മുഴുവൻ ചെറുതും വലുതുമായ നിയമങ്ങളും നമ്മുടെ ആളുകളെ പഠിപ്പിക്കും. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. പക്ഷെ ആരാധനയും തഖ്വയും ഒക്കെ എന്തിനാണ്? അല്ലാഹ് എന്തിനാ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹ് എന്തിനാ നോമ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹ് എന്തിനാ പള്ളിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹ് എന്തിനാ ഖുർആൻ ഓതാൻ പറഞ്ഞത് എന്നത് 5% പഠിപ്പിക്കുന്നുള്ളൂ. സത്യമാണ്. നിസ്കാരത്തിന്റെ മുഴുവൻ ശബ്ദം പറഞ്ഞു അറിയാം. നിസ്കാരം എന്തിനാണ്? അത് 5% മുസ്ലിങ്ങൾക്ക് അറിയാം. നോമ്പിന്റെ മുഴുവൻ ശബ്ദം പറഞ്ഞു അറിയാം. പക്ഷെ നോമ്പ് എന്തിനാണ്? ഹജ്ജിന് പോകുന്നതിന്റെ മുഴുവൻ കൂടി അറിയാം. പക്ഷെ ഹജ്ജ് ചെയ്ത ഒരാളിൽ അവിടെ ഉണ്ടാകണം പറഞ്ഞത് എന്താണ്? അപ്പൊ നിങ്ങൾ ഞാൻ അതിന് പഠിപ്പിക്കാത്തത് കൊണ്ട് വന്ന ദുരന്തം പറയണം. പഠിപ്പിക്കാത്തത് കൊണ്ടുള്ള ദുരന്തം നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. മലപ്പുറം, ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ആള് സ്വന്തം ഭാര്യയും 2 മക്കളിൽ വെള്ളത്തിൽ മുക്കിക്കൊണ്ടു. വായിച്ചിട്ട് ഓർമ്മ ഉണ്ടാവും, വെള്ളത്തിൽ മുക്കിക്കൊണ്ടു. ഞാന് ഭാര്യ നിസ്സാരപ്പെടുത്തല്ല, സ്വന്തം കുട്ടികളെ ഒരു വാപ്പ സ്വന്തം കുട്ടികളെ സ്വന്തം കൈകൾ കൊണ്ട് വെള്ളത്തിൽ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നു പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിനെ കൊന്നാൽ കയ്യിലൊതുങ്ങാത്തത് തുടയുടെ ഭാഗത്ത് തുടന്റെ കുട്ടിന്റെ കഴുത്ത് വെച്ചിട്ട് അമർത്തി മുട്ടുകുത്തി വെള്ളത്തിലൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലാം. ആ കുട്ടിയൊക്കെ സ്വന്തം കുട്ടിയൊക്കെ ആ വാപ്പാന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ച് കൈകാലുകൾ കഴിക്കുമ്പോ അവസാനം കുട്ടി ചോദിച്ചിട്ടുണ്ടാവേ, ഉച്ചങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. കുമിടകൾ മുകളിലേക്ക് പൊന്തി ആ കുട്ടി അവസാനമായിട്ട് പോയി. അദ്ദേഹത്തെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിൽപ്പെട്ട പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് മൗലവി അദ്ദേഹത്തെ ഞാൻ ഒരു ഉച്ച സമയത്താണ് കൊണ്ടത്. അദ്ദേഹം ഇങ്ങനെ ഇപ്പോഴും ഞങ്ങളുടെ പോരുന്ന വഴിക്ക് കാണും ആ തടാകം പോലത്തെ വെള്ളക്കെട്ട്. അവിടെ നിന്നിട്ട് ഇന്നതാണ് ചെയ്തത് പങ്കെടുക്കണം. നല്ല വെയിലാണ്. വെയിൽ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ കയ്യൊത്തൊഴിക്കുക. പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റവാളിയാണെങ്കിൽ മനുഷ്യരാണ്.
പോലീസ് വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം പറഞ്ഞിട്ട് അദ്ദേഹം കുടിക്കാൻ വേണ്ടി കുടിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേണ്ട, അല്ല കുടിച്ചോളൂ, പ്രശ്നം അദ്ദേഹം പറഞ്ഞു വേണ്ട, ആ പ്രശ്നങ്ങൾ കുടിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, എന്തേന്ന് ചോദിച്ചു. എനിക്ക് സുന്നത്ത് നോമ്പാണ് പറഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിൽ നീ, ഇതാണ് നമ്മുടെ നാട്ടിൽ നീ. നിങ്ങൾക്ക് അറിയോ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ വേഷം എങ്ങനെയാണ്? ഇതേപോലെ വെള്ള ബെരിയാണി നമ്മൾ മീശ വെട്ടി താടി വെച്ച് തൊപ്പിട്ടാലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്താ കിട്ടിയത്? 15 അബ്ദുസ്സമദ് സമദാനിയുടെ പഴത്തിന്റെ സീതി. ആളുകളോട് ചോദിക്കുന്നത്, മുസ്ലിമീങ്ങളെ ആളുകൾ ചോദിക്കുന്നത്, താടി വെച്ചിട്ടുണ്ട്, സുന്നത്തെടുത്തിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടുണ്ട്, അവനവന്റെ വണ്ടിയിൽ ഡിജെയും സിനിമാ പാട്ടുകൾ കേൾക്കുന്നത്, വേണ്ട കേൾക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ, സകല സുന്നത്ത് നോമ്പെടുക്കുന്ന മനുഷ്യൻ ഭാര്യ മക്കളിൽ കൊല്ലാന്റെ കാരണം എന്താണ്? കാരണം എന്താ പറയുക? ദീന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കണം. എന്താ പറയുന്നത്? ദീന് എന്ന് പഠിക്കുന്നത് നിസ്കാരത്തിന്റെ രൂപത്തിലുള്ള സൂക്ഷ്മത, വേഷവിധാനത്തിലും താടിയിലുമുള്ള സൂക്ഷ്മത, ബാക്കിയുള്ള അവനവന്റെ നോമ്പിലുള്ള സൂക്ഷ്മത, അതൊക്കെ ദീനിന്റെ ഭാഗമാണ്. ദീന് അതുകൊണ്ടുണ്ടാകേണ്ട സ്വഭാവമാണ്. അത് പഠിപ്പിക്കുന്നില്ല. നിസ്കാരത്തിന് ഖുർആൻ നിസ്കാരത്തിന് ഖുർആൻ നിസ്കാരം കഴിവുണ്ടാകാൻ നാമോ ആണോ? അല്ല, നിസ്കാരത്തിന് തീർച്ചയായും നിസ്കാരം അഥവാ കണ്ണൂർ ജില്ലയിൽ നിസ്കരിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. ഇന്ന സ്വലാത്ത അല്ലാഹു സ്വീകരിക്കുന്ന നിസ്കാരം, പരലോകത്ത് സ്വർഗം കിട്ടുന്ന നിസ്കാരം, നരകത്ത് ഒരാളെ മോചിതമാക്കുന്ന നിസ്കാരം, അതേതാണ്? അവനെ അവന്റെ നിസ്കാര ശേഷമുള്ള ജീവിതത്തിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന നിസ്കാരം ഏതാണോ അതേ അവ സ്വീകരിക്കുള്ളൂ, അതിനെ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഞാൻ റമദാൻ കഴിഞ്ഞു, ഞാൻ നിസ്കരിച്ചു, ഞാൻ ഈ പള്ളിയിൽ നിസ്കരിച്ചു, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ. ആ ഇറങ്ങുന്ന സമയത്ത് ഒരാള് മൗലവി നിങ്ങളുടെ ഫോണിലേക്ക് ഷാഹിദ് നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ഒരു തോന്നിയാസത്തിന്റെ വീഡിയോ അയച്ചു, പുതിയ വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്ക് നിന്നോട് പറയുമ്പോ, എടാ ഞാനത് കാണൂല, കാരണം ഞാൻ നിസ്കരിക്കുന്ന ആളാണ് എന്ന് ഞാൻ പറയുന്നുണ്ടോ എങ്കിൽ എന്റെ ബഹുറന്ന് സ്വീകരിച്ചു. എങ്കിൽ ഇന്ന് ബഹുറന്ന് സ്വീകരിച്ചു. കാരണം ബഹുറ് ജമാഅത്ത് കൊണ്ട് എന്നിലുണ്ടായ മാറ്റം എന്നിലുണ്ടാകണം എന്നുള്ള മാറ്റാണ്. ഒരു തോന്നിയാസം അവനാന്റെ മുന്നിൽ കാണുമ്പോൾ ഞാനിത് കാണാൻ പാടില്ല, ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്ന് പറയാൻ കഴിയണം. അതിനാണ് നിസ്കാരം. ഞാൻ ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു, എന്റെ ഭാര്യ കാര്യം പറയുന്നു, എനിക്ക് സത്യം നല്ല ദേഷ്യം വരുന്നു, എന്റെ പ്രകൃതിപരമായ സ്വഭാവം ഞാൻ ചീത്ത പറയാൻ നേരത്തെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ കോപത്തെ അടക്കി വെച്ചിട്ട് ഞാൻ മാന്യമായിട്ട് വർത്താനം പറഞ്ഞു. എന്റെ അസർ അല്ലാഹു സ്വീകരിക്കും. കാരണം ചീത്ത പറയാൻ തുടങ്ങുന്ന എന്നെ എന്റെ നിസ്കാരം നിയന്ത്രിക്കുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവവും പെരുമാറ്റവും നന്നാകാനാണ്, മോശത്തരത്തിൽ നിന്ന് മാറിക്കാനാണ്. അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഇത് നിസ്കരിച്ചോ, ഇത് നിസ്കരിക്കാൻ കഴിയാത്ത നിസ്കരിച്ചോ, വെള്ളല്ലേ ടൈം ചെയ്തോ, 2 കൈകളും അറ്റുപോയിട്ടുണ്ട്, മനസ്സിലൊന്നുണ്ടാക്കി നിസ്കരിച്ചോ, വിമാനത്തിലാണ് നിസ്കരിച്ചോ, ട്രെയിനൊക്കെ നിസ്കരിച്ചോ. പക്ഷെ ഒന്നുണ്ട്, എങ്ങനെ നിസ്കരിച്ചാലും കടന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടാണ് നിസ്കാരം കൊണ്ട് ഉണ്ടാകുന്ന ലക്ഷ്യമുണ്ട്. അതെന്താണ്? അത് തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള എന്റെ കച്ചവടത്തിൽ, എന്റെ ദാമ്പത്യത്തിൽ, എന്റെ രഹസ്യജീവിതത്തിൽ തോന്നിയാസത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തത്വ എന്നിൽ രൂപപ്പെടണം. ഇതില്ലേ നിസ്കാരക്കഴിവ് ഉണ്ടായിട്ടും കാര്യമില്ല, താടി ഉണ്ടായിട്ടും കാര്യമില്ല, ഹിജാബ് ധരിച്ചിട്ടും കാര്യമില്ല, തിമിരക്ക് നേരെ കൂപ്പിട്ടിട്ടും കാര്യമില്ല. ഇതാണ് ദീൻ. ഇത് നമ്മുടെ ആൾക്കാർക്ക് അറിയൂല. ഇത് പറയുമ്പോൾ എന്താ അറിയോ? താടിനെ കുറ്റം നല്ല താടി വെച്ചിട്ട് തന്നെ പറയണം, താടി വെച്ചിട്ട് തന്നെ പറയണം. ഇസ്ലാമിന്റെ ബേസ് പറയുന്നത് ആരാധന കൊണ്ടുണ്ടാകേണ്ട നന്മയാണ്. അതില്ലാതെ ബാക്കി രൂപങ്ങളിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ പുതിയതായി ഉണ്ടാക്കിയ മതം പോലെ. ഇതുപോലെ ഖുർആൻ സുഖമാക്കണം. ചില ആൾക്കാരുണ്ട് മധുരകരമായി ഖുർആൻ പാരായണം ചെയ്യും, കൂലി വേണമെന്നല്ലാതെ ഓതുന്ന ഖുർആനായിട്ട് ജീവിതത്തിന് ബന്ധമല്ല. അപ്പൊ എന്താ സുഖ പറയുന്നത് നമ്മുടെ വാദപ്രകാരം? എന്നാലും ഓത്തിന് നമ്മൾ
യമ്രുക്കുമിനത്തിൽ അവൻ മതത്ത് നിന്ന് തെറിച്ചു പോയവനാണ്. എന്തുകൊണ്ടാണ്? തജ്വീദ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെ ഓതുന്നത് എന്തിനാണ്? ജീവിതത്തിൽ ഉണ്ടാകാനാണ്. ജീവിതത്തിൽ ഇല്ലാത്ത ഓത്ത് പടച്ചോന് വേണ്ട. അവനവന്റെ സ്വഭാവം മാറാതെയുള്ള നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടതാണ് ദീൻ. സഹോദരങ്ങളെ, നോമ്പ് എന്തിനാണ്? നമ്മൾ പറഞ്ഞു എന്താ, നോമ്പുകാരനായിരിക്കെ നമ്മളോട് ഒരാൾ ചൂടാകെ കച്ചറ കൂടെ ചെയ്താൽ വാക്കില്ലേ, ഒരാൾ നോമ്പ് വെച്ചു, അയാൾ ഇപ്പോഴും തോന്നിയാസമോ തെറിയോ ചീത്ത വാക്കോ നിർത്തിയിട്ടില്ലെങ്കിൽ അയാളുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. എന്തുകൊണ്ടാണ്? അത്താഴം കഴിക്കാത്തതുകൊണ്ടാണ്? അല്ല. വെളിച്ചം കെട്ടേക്കാത്തതുകൊണ്ടല്ല. പിന്നെ നോമ്പ് തുറക്കണ ധൃതി കാണിക്കാത്തതൊന്നുമല്ല. പിന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ലക്ഷ്യം അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അയാൾ കണ്ടില്ല. അങ്ങനത്തെ ഒരു വിവാദം അല്ലാഹ്ക്ക് വേണ്ട. ഞാൻ ഒരു സ്ഥലത്ത് ഈ നോമ്പ് നോറ്റ ഒരാളോട് ആരെങ്കിലും കച്ചറ കൂടിയാൽ അവൻ മിന്നി സ്വാഹിമെന്ന് പറയണം. മിന്നി സ്വാഹി ഒരു സ്ഥലത്ത് ക്ലാസ് ആരെങ്കിലും റമദാൻ നമ്മൾ നോമ്പുകാരനായിരിക്കെ നമ്മുടെ ആരെങ്കിലും കച്ചറ കൂടിയാൽ മിന്നി സ്വാഹിമെന്ന് പറയണം. ഒരു യുവാവ് എഴുന്നേറ്റ് ചോദിച്ചു, പോലെ ഇന്നോടൊരാൾ കച്ചറ കൂടിയാൽ ഞാൻ മിന്നി സ്വാഹിമെന്ന് പറഞ്ഞു. ലോകം കെട്ട് പറഞ്ഞു മിന്നി സ്വാഹിമെന്ന് ഇങ്ങോട്ടും പറഞ്ഞപ്പോ ഞാൻ എന്താ കെട്ട് പറയേണ്ടി വരും. ഓന്റെ ധാരണ തുമ്മിയുണ്ടല്ല, ഇപ്പൊ ഇവിടുത്തെ ഇറങ്ങി പോകുക, ഇവിടെ എഴുതിക്ക് പോകുക, അങ്ങനെ പറഞ്ഞെടുക്കേണ്ട ഒരു സാധനമാണ്. ഇത് പറഞ്ഞെടുക്കേണ്ട സാധനമല്ല, ഇത് ജീവിതത്തിൽ പകർത്തിയിട്ട് പറയേണ്ട കാര്യം. എന്താ നമ്മൾ ഹിന്ദി സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം? ഇന്നോടൊരാളുടെ വാക്ക് തെളിവിക്കുകയാണ്. എന്റെ അപ്പാക്ക് തെളിവിക്കുക, ഞാൻ ഒന്ന് പറയണ്ടടാ, എന്റെ പാനാണ് തെളിവിച്ച് ചൂണ്ടുവരെ പിടിച്ച് എന്റെ പള്ളിക്കും മദ്രസയ്ക്കും കൊണ്ടുപോയി എന്റെ ദീൻ പഠിപ്പിച്ച് എന്റെ പ്രിയപ്പെട്ട വാപ്പാരാണ് ഈ തെളിവിച്ച്. അതെനിക്ക് തെറിയാന്നറിയാം, ആ തെറിന്റെ ഊക്കും എനിക്കറിയാം, അതേപോലെ തിരിച്ച് തെറി പിടിക്കാനും എനിക്കറിയാം. പക്ഷെ ഞാൻ വിളിക്കൂല. ഇന്നീ സ്വായിക്കും, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ എന്നെ പോലെ ആവില്ല. അതിനാണ് നോമ്പ്. അതിനാണ് സഹോദരനെ നോമ്പ്. ഹജ്ജിനും പോലുള്ള ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകണന്മാരൊക്കെ കാരണം ലുലുമാടെ പരിപാടി അവിടെ മുഴുവൻ മരുഭൂമി മാത്രമാണ്. കാരണം ഇവിടെ തേങ്ങ ചരണ്ടിയത് വേഗം കൈ കൊണ്ടുപോകുക, പുരേന്റെ കഞ്ഞി കൊണ്ടുപോകുക, എന്താ മുരിങ്ങാതാളിപ്പിന്റെ ഇതൊക്കെ കൂട്ടി കൊണ്ടുപോകുക, ചമ്മന്തി അരച്ച് കൊണ്ടുപോകുക, എന്താ മാക്സിമം കയ്യിട്ട് കൊണ്ടുപോകുക, പിന്നെ വന്നിട്ട് മുറിക്കാറാണ്. നമ്മുടെ ഞാൻ മാക്സിന്റെ കൈ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ കൊണ്ടുപോകുക. അത് അവർ കുഴപ്പമില്ല, പോയിക്കോളും. ഫൈൻ്റെ ഹൈറസാലിതക്കുക, അള്ള നോക്കുക. തിരിച്ചു വരുമ്പോൾ തഖ്വ വർദ്ധിച്ചിട്ട് പെരുമാറ്റവും സ്വഭാവവും ഭയഭക്തിയും കൂടിക്കണമെന്നാണ്. അത് കൂടിയിട്ടില്ലേ ഹജ്ജിന് വന്നിട്ട് പിന്നെ പെണ്ണുങ്ങളോട് തല്ലൂടുകയാണെങ്കിൽ 3.5 ലക്ഷം വെള്ളത്തിൽ പോകും. വേറെ ഒന്നുമില്ല. അതാണ് തീ. ഉംറ കഴിഞ്ഞ് വന്നിട്ട് കച്ചവടത്തിൽ പിന്നെയും വെട്ടിപ്പ് തട്ടിപ്പോണെങ്കിൽ പടച്ചവനത്തിൽ ഉംറന്റെ പോലെ. കാരണം ഉംറ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് മക്ക കാണാനല്ല, ഉംറ കൊണ്ട് ഉണ്ടാകേണ്ട വിശുദ്ധി ജീവിതത്തിൽ വരാനാണ്. ഉംറ കൊണ്ട് വരേണ്ട വിശുദ്ധിയാണ് സഹോദരങ്ങളെ. പ്രവാചക സമാജത്തിന്റെ കാലത്ത് സംസാരത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പെട്ടെന്ന് കറുത്തവന്റെ പറയാൻ വിളിച്ചു. അറിയാതെ വിളിച്ചതാണ്, പക്ഷെ ഉടനെ തന്നെ അറിയാതെ വിളിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിയത് കറുത്തവന്റെ മോനെ എന്ന് വിലാറിയല്ലാഹുവിനെ അബൂദർ വിളിച്ചു. പ്രവാചകന്റെ മറുപടി പറഞ്ഞിട്ട്, അബൂദറെ, ജാഹിലിയ്യത്തിന്റെ ചടിക്കുള്ളിൽ നിന്ന് ഇതുവരെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചിട്ടില്ല അല്ലേ? രണ്ടാമത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ മാത്രം ഗുരുതരമായ തെറ്റാണ് അബൂദറെ നീ ചെയ്തത്. എന്താ അബൂദർ എന്താണ് പറഞ്ഞത്? അബൂജഹലിനെ അബൂലഹബിനെ ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബിയെ സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ മാത്രം ഗുരുതരമായ തെറ്റാണ് നീ ചെയ്തത്. എന്ത് തെറ്റാ ചെയ്തത്? പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായത്തിൽ ഖുർആനെ ഞാൻ അംഗീകരിക്കുള്ളൂ പറഞ്ഞോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല രണ്ടെണ്ണം പിന്നെ മറ്റൊരാൾ നിറത്തിന്റെ പേരിൽ, തടിയുടെ പേരിൽ, ഉയരത്തിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അവന്റെ ഉപ്പയുടെ ജോലിയുടെ പേരിൽ, അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉപ്പ ചെയ്ത തെറ്റിന്റെ പേരിൽ, അവനവന്റെ ജീവിതത്തിൽ അല്ലാഹു തന്നിട്ടുള്ള ഏതെങ്കിലും വൈകല്യത്തിന്റെ പേരിൽ നീ കളിയാക്കുന്നുണ്ടെങ്കിൽ അബൂദറെ, ഇത് ഏത് അല്ലാഹുവിനെയാണ് വിശ്വസിക്കുന്നത്? ഇത് നിസ്കരിക്കുന്നില്ലെങ്കിൽ ആരാണ് പറ്റിക്കുന്നത്? അബൂദർ റസൂലുള്ളാഹി
നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്റെ സംസാരത്തിൽ കാണാത്തത്, ഈ എന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സംസാരത്തിൽ എന്തേ കാണാത്തത്, ഈ എന്റെ ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിൽ എന്തേ കാണാത്തത്? സ്വഭാവം മാറാതെ ഇബാദത്ത് ആർക്കാവേണ്ടതാണെന്നല്ലേ? ഇസ്ലാമല്ല സഹോദരൻ. ഇത് നമ്മളോട് പഠിപ്പിക്കണം. നമ്മൾ അങ്ങാടി പോയി പറയണം. എന്തറിയോ? ഇസ്ലാമികമായ വേഷവിധാനം ശ്രദ്ധിക്കുന്നതിന്റെ 15 ഇരട്ടി ആ വേഷവിധാനത്തിൽ നിന്ന് ഇസ്ലാമായി ജീവിക്കാൻ കഴിയണം. അത് ചെയ്യാൻ നമ്മളെ കുറിച്ച് അറിയിക്കണം. അപ്പൊ നമ്മുടെ നാട്ടില് ഈ പുരുഷന്മാര് തമ്മിൽ അയൽക്കാര് ആയ പുരുഷന്മാര് തമ്മിൽ എന്തെങ്കിലും തർക്കം കൂട്ടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കൂടും. ആണുങ്ങളാണ് തമ്മിൽ അയൽക്കാര് കച്ചവടം ഒരു നയത്തിലേക്ക് കൂടും. കാരണം പിന്നെയും പോലെ തന്നെ അങ്ങനെ തന്നെ കാണണം, പിന്നെയും പഠിക്കുന്ന പോലെ തന്നെ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. അതിലെമാരെ നല്ലത് പറഞ്ഞാൽ ശരിയായില്ല, എന്താ ഞാൻ പറയാൻ പാടില്ല. ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിലെ അയൽക്കാരായ ആളുകൾ ഒരു കച്ചവടമുള്ളൂ. പക്ഷെ കണ്ടില്ല, ആ സമയത്ത് നമ്മുടെ സ്ത്രീകൾ ഉണ്ടാവും. ഒരു ഈ കച്ചവടങ്ങൾ തീരുമാനങ്ങളിൽ സമാധാനം ഉണ്ടാവില്ല. ഒരു 2-3 മിനിറ്റ് കാത്തുക. പിന്നെ നമ്മളൊന്ന് മാറുന്നതാണ് ഒറ്റ മാറ്റം 2 മിനിറ്റ് ഒരു വർത്താനം പറയും. ഓരോ 2 മിനിറ്റ് വർത്താനം മൂന്നല്ല നിസ്കാരക്കുപ്പായിട്ടിട്ട് കച്ചറ കൂടണം പറയാൻ പറ്റും. നിസ്കാരക്കുപ്പായിട്ട് അതിന്റെ ഇടയ്ക്ക് വാങ്ങു കൊടുക്കാൻ ഉണ്ടാക്കുന്നത് വാങ്ങിയില്ലാവുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഭക്തി. അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമേ അല്ല. നമ്മളെ കുറിച്ച് ആലോചിച്ചു. നമ്മൾ 15 കൊല്ലമായിട്ട് ജുമാഅത്ത് പങ്കെടുക്കുന്ന ആളുകൾ, 15 കൊല്ലമായിട്ട് ജുമാഅത്ത് പങ്കെടുക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ ജുമാഅത്ത് തീരെ പങ്കെടുക്കാത്ത പേരിൽ മാത്രം മുസ്ലിമായ ഒരാളെന്ന് നോക്കുക. ഒരു ജുമാഅ കഴിഞ്ഞ് ഈ പള്ളിക്ക് നമ്മൾ ജുമാഅത്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിക്ക് പുറത്ത് കറങ്ങാൻ നമ്മളെ സ്കൂട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അപ്പുറത്തുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പള്ളിക്കൊന്നും കയറാത്ത പേരിൽ മാത്രം മുസ്ലിമായ ഒരാള്, നമുക്കറിയുന്ന ആളാണ്. അയാളെ സ്കൂട്ടി കൊണ്ടുവരാണ്. നമ്മുടെ സ്കൂട്ടി അയാളെ സ്കൂട്ടി നല്ലത് അയാളുടെ വാർത്ത വരുത്തി വർത്താനായി സംസാരമായി. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ, ആ 2 പേരും തമ്മിലുള്ള സംസാരം കണ്ടിട്ട് മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഇതിലാരാണ് 15 കൊല്ലമായിട്ട് ജുമാഅത്ത് പങ്കെടുക്കുന്നവരെന്നും ഇതിലാരാണ് 15 കൊല്ലമായിട്ട് പള്ളിയിൽ കയറാത്തവരെന്നും സംസാരം നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിന്റെ കാരണം ഒറ്റ കാരണം 15 കൊല്ലമായി പള്ളിയിൽ കയറാത്തവൻ പറയുന്ന തെറിന്റെ ഡെബിളായിരിക്കും അപ്പൊ പള്ളിക്ക് തരത്തിൽ പോകുന്ന നമ്മുടെ നാട്ടിൽ വരിക. കച്ചറ ഒരാള് എടാ പള്ളിക്കുന്ന കാര്യങ്ങൾ ഒച്ചപ്പെടും. പിന്നെ വർത്താനം പറയണം. പിന്നെ ഈ വർത്താനം പറയാം ഒച്ചപ്പെടും. നമ്മളെ ദാനം പറയും. ഇതൊക്കെ ദീനാണ്. നമ്മുടെ ആളുകൾ ചോദിക്കേണ്ട ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം 15 വർഷമായി ജുമാഅത്ത് പങ്കെടുക്കുന്ന ഞാനും അവരും തമ്മിൽ സംസാരത്തിൽ വ്യത്യാസമില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ജുമാഅത്ത് പങ്കെടുത്ത്? ഇത് നിരാശപ്പെടുത്താനല്ല. ജുമാഅത്ത് നമ്മൾ പങ്കെടുക്കാൻ പറഞ്ഞില്ലല്ലോ. ജുമാഅയുടെ ഹുക്മനുസരിച്ച് എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അതില്ലെങ്കിൽ നഷ്ടമില്ല. എത്ര ഭർത്താക്കന്മാരുടെ സമയം 5 വക്ത് നിസ്കരിക്കും. അവരാന്റെ പെണ്ണുങ്ങളെ എത്ര അടിപൊളി കുടുംബത്തിന് മധ്യസ്ഥ വഹിക്കാൻ പോയപ്പോൾ ചുമലും അടയാളം, വായന തലക്ക് പിടിച്ച് കുത്തിയിട്ട് ബ്ലഡ് അടയാളം ചുമരുമേ. ഇത്ര താടിയുണ്ട്. ബാബുടെ പള്ളിയിൽ സ്വന്തം ഭാര്യ ഒരു ബാപ്പാക്കും ഒരു ഉമ്മാക്കും സ്വന്തം കുട്ടിനെ നോക്കിയിട്ട് മടുത്തിട്ടല്ലേ നമ്മളെ കയ്യിൽ തരുന്നത്. ആ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ട് മടുത്തിട്ടല്ലേ നമ്മളെ കയ്യിൽ തരുന്നത്. അള്ളാന്റെ നിയമപ്രകാരം നമ്മളെ ആ വാപ്പാനെക്കാളും ഉമ്മാനെക്കാളും നമ്മൾ നോക്കും എന്ന് കരാറ് പറഞ്ഞിട്ടല്ലേ ഒരു ബാപ്പിന് നമുക്കൊരു കുട്ടിനെ തരുന്നത്. എന്നിട്ട് നമുക്കൊരു ദേഷ്യം വരുമ്പോഴേക്കും മരിച്ചുപോയ അവരുടെ വാപ്പാനിമാനിന്റെ തെറി പറഞ്ഞ് രണ്ടാമത്തേന് മൂന്നാമത്തേന് ഗ്ലാസ് എടുത്തെറിഞ്ഞ് പ്ലേറ്റ് എടുത്ത് കൊച്ചുകൊണ്ടുണ്ടാക്കി വീട്ടിൽ നിന്ന് കച്ചറുണ്ടാക്കി ഇറങ്ങിപ്പോണം. നമ്മൾ സ്വത്തിൽ വന്നിട്ട് പള്ളിക്ക് വന്നിട്ട് സ്വത്തിൽ നേരെ നിൽക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ആരൊക്കെ പഠിപ്പിക്കാനാണ് കൂടുതൽ പറഞ്ഞത്. ഞാൻ നിസ്കരിക്കുന്ന നോമ്പ് വെക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അതിന്റെ നന്മ അനുഭവിക്കാൻ വേണം. എന്നെ പറ്റി എന്താ പറഞ്ഞത്? മുമ്പിൽ പുറാകാശമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ സന്തോഷമാണ്. കാരണം അദ്ദേഹം ദീനിയായി ജീവിക്കുന്ന വ്യക്തിയാണ്, ആരാധന മാത്രമല്ല എന്നിനെ കുറിച്ച് പറയണം. അപ്പോഴേ മുന്നിനാക്കുക, അപ്പോഴേ മുത്തക്കിയാകുക. ക്ലാസ് കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ ഇസ്ലാമിക വേഷവും ചുമയും ക്ലാസും ദീനും എഴുതിക്കാക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ
പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോഴെങ്കിലും ഹിജാബിന് വില ഉണ്ടാവുള്ളൂ അള്ളാഹുവിൽ. അല്ലെങ്കിൽ നാടകമാണ് ആർക്കും അറിയാത്തത്. ആൾക്കാർക്ക് ഏറ്റവും സുഖം ഏർപ്പെടണം നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളുടെ കച്ചറൂട. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തർക്കമില്ല. താടി വെട്ടിയതോ വടിച്ചതോ ആയ ഇമാമിന്റെ വേഗം നിസ്കരിക്കാൻ പറ്റില്ല തർക്കമില്ല. തർക്കമില്ല. ആ തർക്കം നടക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്തേ താടി ഇസ്ലാമികമായ ഏറ്റവും പ്രബലമായ സുന്നത്താണ്, വെക്കുമാണ്, ഒരു സംശയം കേട്ടോ. എന്നാൽ താടി വെക്കുന്നതാണ് സ്വന്തം ബാബാനിമാരെ നോക്കലാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രയോറിറ്റി. ഏറ്റവും പ്രയോറിറ്റി സ്വന്തം ബാബാനിമാരെ നോക്കണേ. സ്വന്തം ബാബാനിമാരെ നോക്കാത്ത ഇമാമിന്റെ മേഖല നിസ്കരിക്കാൻ പറ്റൂലേ എന്നെന്തുകൊണ്ട് കേരളത്തിൽ അർത്ഥമില്ലാത്തത്? അത് ഇടങ്ങേറുള്ള കാര്യം, മറ്റേ സുഖമുള്ള കാര്യമാണ്. സ്വന്തം ഭാര്യയോട് മക്കളോട് പണിയിൽ നിൽക്കുന്ന ഒരാളെ ഇമാമിന്റെ മേഖല നിൽക്കാൻ പറ്റില്ല എന്നതിന്റെ ചർച്ചയില്ലാത്തത്. അയലോക്കാരോട് തെറ്റി നിൽക്കുന്ന ഇമാമിന്റെ മേഖല നിസ്കരിക്കാൻ പറ്റില്ല എന്നതിന്റെ ചർച്ചയില്ലാത്തത്. അത് ഇടങ്ങേറുള്ള കാര്യമാണ്, ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റത് വേഷത്തെ ശ്രദ്ധിച്ചാൽ മതി, സുഖമുള്ള കാര്യം. നമ്മൾ വിലപ്പെട്ടു, അതേപോലെ നമ്മൾ വിലപ്പെട്ടു. നമ്മൾക്ക് പ്രധാന വേഷങ്ങളും അതിന്റെ ബാഹ്യരൂപങ്ങളും അത് ഇസ്ലാം പറഞ്ഞ പ്രാധാന്യം ഉണ്ടോ? പക്ഷേ അതുമ്മ മാത്രം ഒതുങ്ങി, അത് ദീനല്ല. അതുകൊണ്ടാണ് മദ്രസയിൽ ഇവിടെ പഠിപ്പിച്ച ഉസ്താദ്മാര് നബിക്ക് വന്ന ഹദീസ്, നബിക്ക് വന്ന വഹീ, ഒരു സഹോദരി പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണി കിട്ടു. ആ സഹോദരിക്ക് നരകം. ഒരു സാധു മനുഷ്യൻ നായക്ക് ദാഹിച്ചു വരയുന്ന നായക്ക് വെള്ളം കൊടുത്തു. അവൻ അല്ലാഹു പാപമോചനം വഴി സ്വർഗ്ഗം കൊടുത്തു. പൂച്ചനെ കെട്ടിയിട്ട് പട്ടിണി കിട്ടും എന്നതുകൊണ്ട് ഒരു സഹോദരിക്ക് നരകം നരകം. അമുസ്ലിമായ സഹോദരിക്ക് ഇതിന്റെ പേരില നരകം കിട്ടുക. ശിർക്ക് ചെയ്തതിന്റെ പേരിൽ കിട്ടൂലേ? തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, അല്ലാഹ് സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഭക്തയായ സ്ത്രീയാണ്. പക്ഷേ ഒരു പാവപ്പെട്ട പൂച്ചയെ റൂമിൽ കൂട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് നരകാണ്. എന്തേ കാരണം? അവരുടെ ഹിജാബും അവരുടെ നിസ്കാരവും അവരുടെ ഇത്തികാഫും അവരുടെ ദിക്റുകളും ദുആകളും അതുവഴി അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. സ്വഭാവത്തിൽ മാറ്റം വരാതെയുള്ള ആരാധന അല്ലാഹുവിന്റെ ദീനിൽ ഇല്ല. നായക്ക് വെള്ളം കൊടുത്തു, അല്ലാഹു കൊടുക്കുന്ന ശിർക്ക് ചെയ്യുന്ന മനുഷ്യന് വെള്ളം കൊടുക്കുക വഴി സ്വർഗ്ഗം കിട്ടിയതല്ല. പിന്നെ അദ്ദേഹം തൗഹീദിന്റെ ആരാധന. പക്ഷെ തെറ്റുകുറ്റങ്ങൾ അധികമായി വന്നുപോയിട്ടുണ്ടായിരുന്നു. ആ സാധു മനുഷ്യനെ പോവുകയാണ്. അവിടെ ഒരു നായ ദാഹിച്ചിട്ട് മണ്ണ് കപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. അതാണ് തഖ്വ, അതാണ് ഇസ്ലാമിക ജീവിതം. അദ്ദേഹം നോക്കുമ്പോൾ കിണറ്റിലാണ് വെള്ളം. റിസ്ക് എടുത്തു, കിണറ്റിലേക്ക് ഇറങ്ങി, ഷൂസിൽ വെള്ളം കോരി വായ കൊണ്ട് കടിച്ചു പിടിച്ചു, മുകളിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു. അല്ലാഹു പറഞ്ഞു, ആ മനുഷ്യന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്കാരവും നോക്കും ഇബാദത്തുകളും അയാളുടെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അയാൾക്ക് ഞാൻ സ്വർഗ്ഗം നൽകുന്നു. ഇതാണ് നമ്മുടെ ദീന്. ഈ ദീനുകൾ അങ്ങാടി പോയി പറഞ്ഞുകൊണ്ട് താടിന് ആൾക്കാർക്ക് പ്രശ്നമുണ്ടാവും. നമ്മൾ ഈ താടിന് നെരിയാണ്ടി ആൾക്കാർക്ക് പള്ളിയൊക്കെ പേടിയാറില്ല. അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ഇത് ധരിച്ചിട്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമില്ലാത്ത ആൾക്കാർക്ക് നോക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ഒറ്റ കൂടാനുള്ള സഹാബിയാണ്. കുറച്ചൊക്കെ കൂടാനോ. അപ്പൊ അദ്ദേഹം ഉറക്ക കൂടാനോ ആരോഗ്യം കുറച്ച് ആൾക്കാരൊന്നും നിങ്ങൾ ഉറക്ക കൂടാനുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമാണ്. അപ്പൊ അബൂബക്കർ ഇങ്ങനെ കഴിയാ ഞങ്ങൾക്ക് പ്രയാസമാണ്. അപ്പൊ അബൂബക്കർ വീട് കൂട്ടിയിക്കൂടെ ഞാൻ ഒന്ന് പോകുക. കാരണം ഖുർആൻ ഓതാക്കാൻ പറ്റില്ല, നിങ്ങൾ ഉപദ്രവിക്കാൻ പറ്റില്ല. അദ്ദേഹം സാധനങ്ങൾക്ക് വീടെടുത്ത് പോകുമ്പോൾ അയൽവാസിയായ ജൂതൻ സ്ത്രീകളായ പെണ്ണുങ്ങളെ കണ്ടാൽ പോകണം ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കുറച്ച് ഉറക്ക കൂടാൻ പോകും, അയൽക്കാർക്ക് പ്രയാസമാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ജൂതനായ അയൽവാസി സ്ത്രീകളാരെ കയ്യിൽ പെട്ടുക. നിങ്ങൾ തിരിച്ചു നടക്കുക, നിങ്ങൾ തിരിച്ചടക്കി. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ സ്ഥലമെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ സൗകര്യം ചെയ്തു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ സൗകര്യം ചെയ്തു. അടുത്ത വാചാപ്രധാൻ അബൂബക്കർ, താങ്കളെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഈ നല്ല മനുഷ്യന്മാർ ആരാണ് ബാക്കിയുണ്ടാകുക? അബൂബക്കറെ, താങ്കൾ ഇവിടെ തിരിച്ചു വരണം. മുസ്ലിം അദ്ദേഹത്തിന് നല്ല കാര്യം ഇസ്ലാമിക്കാണ്. നമ്മളെ കുറിച്ച് ആളുകൾക്ക് പറയാനുണ്ടാകേണ്ടത് അദ്ദേഹം ദീനിയാണ്, അതുകൊണ്ട് വാപ്പാനിമാരെ നോക്കും. അദ്ദേഹം ഭക്തനാണ്, അതുകൊണ്ട് ഭാര്യയോടും മക്കളോടും നല്ലപോലെ പെരുമാറും. അദ്ദേഹം പള്ളിയായിട്ട് ബന്ധമുള്ള ആളാണ്, സാധുക്കളെ കണ്ടാൽ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അദ്ദേഹം മാന്യനായ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ബാക്കി ഒരു തർക്കത്തിനും കച്ചറക്കും അദ്ദേഹം ഉണ്ടാവില്ല. മാന്യതയുള്ള അയാൾ സംസാരിക്കില്ല, കുടുംബത്തിലും അങ്ങാടിയും. അതാണ് ദീൻ, അതാണ് ദീൻ.
24 വയസ്സിൽ കായികാധ്യാപകനാണ്. 24ാമത്തെ വയസ്സിൽ തന്നെ കായികാധ്യാപകനാണെങ്കിൽ എത്ര അധ്വാനിച്ചിട്ടാണെന്ന് ആലോചിക്കും. അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പറയുമ്പോൾ അദ്ദേഹം കേട്ടുന്നു. അദ്ദേഹത്തോടൊരു കാര്യമാണ് അദ്ദേഹം നിൽക്കുന്നതിന് ചെല്ലുന്നു. ഒന്നുകൂടി പറയും ആശയം അങ്ങനെ ചെല്ലുന്നു. ഈ ചെവി കേൾക്കൂലെന്ന് പറഞ്ഞു. എന്ത് ഈ ചെവി കേൾക്കാതെ അതൊന്നുമില്ല അല്ല പറയടാതാണ് അല്ല അവൻ പറയുന്നത് സമയം വാപ്പാക്ക് ദേഷ്യം വന്നിട്ട് വാപ്പ അടിച്ചതാണ് ചെവി. പാട പൊട്ടി സ്ക്രാച്ച് പൊട്ടിയാണ് സ്ക്രാച്ച് രാത്രി പഠിപ്പിങ്ങനെ ഇറങ്ങി വേദനിച്ചിട്ട് വാപ്പാണെന്ന് പറഞ്ഞു. വാപ്പ ആശുപത്രിക്ക് പോലെ വേദനിച്ചെടുക്കാൻ വയ്യാൻ വാപ്പന്റെ കഴുത്തിനെ വിളിച്ചിട്ട് ചുമരോട് കേൾക്കുന്നിട്ട് പറഞ്ഞു ഈ എങ്ങാനും ആശുപത്രി കുടിന്റെ വശറാക്കുകയാണെങ്കിൽ ഞാൻ കൊന്നു കുടിച്ചുള്ളൂ. ആ വാപ്പാന്റെ ദീനിക്കാൻ കുട്ടിനെ കിട്ടില്ല. എത്ര നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. കാരണം വാപ്പ എന്ത് ഖുർആൻ ഓതിയാലും വാപ്പ ഓതിയ ഖുർആൻ അയാളുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് വാപ്പാന്റെ ദീനിക്കോ വാപ്പ പോണ പള്ളിക്കോ വാപ്പ പറഞ്ഞ ആദർശത്തിക്കോ വാപ്പ പറഞ്ഞ സ്വർഗമോ നരകമോ ആ കുട്ടി അംഗീകരിക്കൂല. എന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? വാപ്പയും പറഞ്ഞതൊന്നും വാപ്പാന്റെ ജീവിതത്തിലില്ല. ഇത് ദീനല്ല, തഖ്വയല്ല. സഹോദരങ്ങളെ, എന്റെ വാക്കുകൾ ചുരുക്കാട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഒരു മരുഭൂമിയിൽ കൂടെ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് സുദീർഘമായ യാത്രയാണ്. അപ്പം ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് ഓരോരുത്തരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദിവസവും സുബഹിന്റെ മുന്നിൽ സഹാബാക്കളെ എഴുന്നേൽപ്പിക്കും. അപ്പൊ ഉറങ്ങാതെ അലാറമില്ലല്ലോ, എന്താ ബ്ലോക്കൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സുബൈ വരെ ഉറങ്ങാതെ സഹാബാക്കളെ എഴുന്നേൽക്കണം. 4 ദിവസം കഴിഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും നാളെ വിളിച്ചുണർത്താണ്ട് ചാർജ് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. നാളെ വിളിച്ചുണർത്താണ്ട് ചാർജ് ഏറ്റെടുക്കുക. ഇത് സഹാബാക്കൾ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ ഞാൻ ഏറ്റെടുക്കാം, ബാക്കി നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ ഏറ്റെടുക്കുന്ന നാളെ. അങ്ങനെ എല്ലാവരും ഉറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ റസൂൽ ഉറങ്ങി. പക്ഷേ ക്ഷീണം കൊണ്ട് അറിയാതെ ബിലാൽ ഉറങ്ങിപ്പോയി. സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ച് റസൂൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങി. ബിലാൽ റസൂൽ പോയി വിളിച്ചു. ബിലാൽ ഞെട്ടി നീച്ചു. നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്തേ ബിലാലെ ചോദിച്ചു. റസൂൽ ഞാൻ ഇതുവരെ ഉറങ്ങാൻ പറ്റില്ല, ഇപ്പൊ അറിയാതെ ഉറങ്ങിപ്പോയതാണ്. റസൂൽ സാരല്ല, എല്ലാരും വിളിക്കുന്ന റസൂലായി എല്ലാരും പോയി സഹാബാക്കൾ കൊണ്ട് സൂര്യൻ ഉദിച്ചു. സുബൈ കഴിഞ്ഞു. സ്വാഭാവിക സംസാരിക്കണം. ആ സംസാരം തുടങ്ങിയപ്പോഴേക്കും പ്രവാചകൻ നേരല്ല പെട്ടെന്ന് പോയി ഒന്നുണ്ടാക്കി. സഹാബാക്കൾക്ക് ഒന്നുണ്ടാക്കാൻ പോയി. സംസാരിക്കാൻ ഗ്യാപ്പേ കൊടുത്തില്ല. സലാം വീട്ടി, നിസ്കാരത്തിന് സലാം വീട്ടി. സ്വാഭാവികമായിട്ട് കൂടുതൽ സംസാരം ഉണ്ടാവും. ആ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും റസൂൽ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, സഹാബാക്കളെ, ഒരാൾ അറിവില്ലായ്മ മൂലം ഉറങ്ങിപ്പോവുകയോ അറിവില്ലായ്മ മൂലം മറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത്, എപ്പോഴാണോ ഓർമ്മ വരുന്നത്, അപ്പോൾ ആ നമസ്കാരം അയാൾ നിർവഹിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നമസ്കാരം നിർവഹിച്ച പോലെ എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ സഹാബാക്കൾക്ക് സന്തോഷമായി, റാഹത്തായി. റസൂൽ ഒരു വാചകം കൊണ്ട് പോലും ബിലാലിനെ അവരുടെ കുറ്റം പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ബിലാലിനെ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല, ബാക്കി അല്ലാഹു പുറത്തു കൊടുക്കും. അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഞാൻ മുഅ്മിനായി മാറുക. ഞാൻ ആ ഹദീസിനെ വായിച്ചപ്പോഴേ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ പള്ളിക്കലൊക്കെയാണ് മുഅ്മിനാവുന്നത്. ഇപ്പൊ നമ്മളെ ഇത്തിഖാഫില്ലല്ലോ, ഞാനൊക്കെ അങ്ങനെ ഇത്തിഖാഫില്ല. എന്നും നമ്മളെ മോയിൽ വന്നിട്ടാണ് നമ്മൾ പെൽച്ചക്കൂൽ എഴുന്നേൽപ്പിക്കാൻ ഭക്ഷണം കഴിക്കാൻ. മുമ്പെന്ന് ചോദിച്ചു, നാളെ ആരാ വിളിക്കുക? ഞാൻ നാളെ ഉറങ്ങുന്നുണ്ട്, ക്ഷീണമായിട്ട്. നാളെ ആരാ വിളിക്കുക? അപ്പൊ നമ്മളിന്ന് ഒരാളെന്നാണ് ഞാൻ വിളിച്ചോളാം നാളെ. അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. നമ്മൾ സുബൈ ബാങ്ക് കേട്ടിട്ടാ നീട്ടത്. എന്തെങ്കിലും പള്ളി വെറുതെ കാര്യം നമ്മളെ പള്ളിക്ക് നടക്കുക. നമ്മളെ പള്ളിക്ക് ഒന്നാമത്തെ ആളെ നീച്ചാണ്ട് വരും. അന്നെക്കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇതിനെ ഏറ്റെടുക്കണ്ടല്ലേ? കാരണം ഫസ്റ്റ് ചോദിക്കട്ടെ, ഫസ്റ്റ് പള്ളിക്ക് തുടങ്ങാറ്. മറ്റേ ഓനെ കൊണ്ട് കഴിയില്ലാന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാം. ഓൻ പിന്നെ വലിയ ആളായി ഏറ്റെടുക്കുന്ന ആളല്ലേ. പള്ളി മൊത്തം കച്ചറിയാൻ ചില ആൾക്കാർക്ക് പറയും, ഓരോന്റെ പാക്ക് തന്നെ പള്ളി ഓനെ കൊണ്ടാണല്ലോ വലിയ ആളാക്കി കൊണ്ടിറങ്ങി. പള്ളി മൊത്തം പ്രശ്നം. എന്തേ കാരണം?
അയാൾ അറിയാതെ ചെയ്തതാണ്. ആ അറിയാതെ ചെയ്തത് ഞാൻ ഉൾക്കൊണ്ട് സാരല്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ നമ്മുടെ ഇൽമീങ്ങളുടെ സ്ഥാനത്ത് അമ്പിയാക്കന്മാർ കൊടുക്കുന്ന ദർജയുടെ സ്ഥാനത്തേക്ക് എത്തിക്കും എന്ന് നമ്മൾ കേൾക്കാത്തതല്ല. നമ്മുടെ ആരാധനകൾ, നിസ്കാരം, എത്തിക്കാക്കും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടല്ലേ നമ്മുടെ ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി കേട്ട ഹദീസ്, ആരാണ് മുഫ്ലിസ്? പാപ്പരായ റസൂലുള്ളാഹി നിസ്കരിക്കാറുന്നല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, തഹജ്ജുദുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്, സ്വഭാവത്തിൽ അയാൾ മോശക്കാരനാണ്, ഇബാദത്തൊന്നും അല്ലാഹു വേണ്ട, ഒളിഞ്ഞു പാടിസാവും. ആരാണ് മുനാഫിഖ്? നിസ്കരിക്കാത്ത നോമ്പൊൽക്കാത്തതല്ല, നിസ്കരിക്കുന്നു, നോമ്പൊൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, വേഷിക്കാൻ ചെയ്യുന്നു, സ്വഭാവത്തിൽ മോശമാണ്, മുനാഫിഖാണ്. മുനാഫിഖാണ്. എന്തെയാണ്? സ്വഭാവത്തിൽ അയാൾ മാറ്റം വരുത്തില്ല, ബാക്കിയൊക്കെ അയാൾ മാറ്റം വരുത്തി. ഇത് ദീനല്ല, അത് ദീനല്ല എന്നുള്ള പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് ഇതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ വേഷവിധാനം ശരിയാകണം, നിസ്കാരത്തിന് ശബ്ദം പറഞ്ഞു ശരിയാകണം, എല്ലാം ശരിയാകണം. അതോടൊപ്പം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാകണം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സഹാബി ഇസ്ലാമിന്റെ ഫത്വ അറിയണം. ഇസ്ലാമിന്റെ ഫത്വ ഈ ഒറ്റ വാചകത്തിൽ റസൂലുള്ളാഹിലേക്ക് വന്നു, റസൂലുള്ളാഹി ഇന്നനി ഫുലാന, എനിക്കൊരു സ്ത്രീയെ പറ്റി അറിയാം. എന്താ സ്ത്രീയുടെ പ്രത്യേകത? അവിടെ പ്രത്യേകത തുസല്ലി ഫിൽ ലൈലി, റമദാൻ കഴിഞ്ഞാലും രാത്രി മുഴുവൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ത്രീ. എത്ര കൊടിയ തണുപ്പിൽ നിസ്കരിക്കുന്ന സ്ത്രീയാണ്. ശുദ്ധിയുണ്ടോ? ഫുള്ളും. എത്ര റമദാൻ കഴിഞ്ഞ മുഴുവൻ ദിവസവും ശുദ്ധിയുള്ള മുഴുവൻ കാലത്തും തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ത്രീ. തസൂമു ഫിൽ ലൈലി തസൂമു ഫിൻ നഹാർ, പകലിൽ മുഴുവൻ സുന്നത്ത് നോമ്പും, തിങ്കൾ, വ്യാഴം, അയ്യാമിൽ എല്ലാ സുന്നത്ത് നോമ്പും എടുക്കുന്ന സഹോദരി. പിന്നെയോ ഇസ്ലാമിക മാർഗത്തിൽ കഠിനമായി ഒക്കുവാനും. പക്ഷെ ഒരു പ്രശ്നം അവളുടെ നാവുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കും. അമ്മായിനെയാണ്, അമ്മയോടെ ഉപദ്രവിക്കും. ടീച്ചറാണ്, കുട്ടികളെ വെറുതെ ചെയ്താണ്. അയൽവക്കക്കാരാണ്, വാർത്തകൾ പറഞ്ഞു വേസ്റ്റോടെ. ആ നാട്ടിലെ മേയറാണ്, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് വൈസ് ചാൻസലറാണ്. കരാറ് പറഞ്ഞിട്ട് തെറ്റിച്ചിട്ട് ബാക്കിയുള്ളവരെ പൈസ മുഴുവൻ വാങ്ങിയിട്ട് ബാക്കിയുള്ളവരെ കരാറ് പറഞ്ഞിട്ട് വണ്ടി കയറ്റി തന്നെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ റസൂൽ അവരുടെ വിധി? റസൂൽ ഏതാണ് സ്ത്രീ, എത്ര കാലം ഇസ്ലാമിൽ വന്നിട്ട് ഒന്നും ചോദിച്ചില്ല. വഹിയ ഫിന്ന, അവൾ നരകത്തിലാന്ന് പറഞ്ഞു. എന്തേ കാരണം? തഹജ്ജുദ് നിസ്കരിക്കാത്തതല്ല, നിസ്കാരം സ്വഭാവത്തെ സ്വാധീനിച്ചില്ല. ആ സഹാബി വീണ്ടും വന്നു, ഇന്നലി ഫുലാന, റസൂലുള്ളാഹിക്ക് മറ്റൊരു സ്ത്രീയെ അറിയാം. തുസല്ലി അൽ മക്തൂബ, 5 വക്ത് നിസ്കാരത്തിന്റെ സുന്നത്ത് കറക്റ്റ് നിസ്കരിക്കും, അത് ഭക്തി നിസ്കരിക്കും. പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം നിർവഹിക്കും. ആദ്യത്തെ സ്ത്രീക്ക് അത്ര നിസ്കരിക്കില്ല. തസൂമു ഫി റമദാൻ, റമദാനിലെ നോമ്പും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് എടുക്കും. ആദ്യത്തെ സ്ത്രീക്ക് അത്ര സുന്നത്ത് നോമ്പില്ല. ഇസ്ലാമിന്റെ കാര്യത്തിൽ കഴിവിന്റെ പരമാവധി ആദ്യത്തെ സ്ത്രീക്ക് അത്രല്ല. പക്ഷെ ഒന്നുണ്ട്, അവളുടെ സ്വഭാവം, പെരുമാറ്റം ഭർത്താവിന്, കുടുംബത്തിൽ, നാട്ടുകാർക്കായാലും ഇഷ്ടമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്ര കാലം ഇസ്ലാമിന് വന്നു, ആരുടെ മകനാണ്, ആരുടെ ഭാര്യയാണ്, ഒറ്റ വാദം വഹിയ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. ഈ ദീനുകൾ അങ്ങാടി പോയി പറഞ്ഞു, ഇതാണ് ദീന്, ഇതാണ് ദീന്. മുസ്ലിമീങ്ങൾ ആരും വെറുക്കൂല, മുസ്ലിമീങ്ങളെ വെറുക്കൂല. നമ്മുടെ ചർച്ച മുഴുവൻ എവിടെയാണ്? നമ്മുടെ പുറത്തുള്ള കാര്യം. നമ്മുടെ തട്ടി ഇങ്ങനെ കൂടുക, അത് ഇങ്ങനെ ശരിക്കും നമ്മൾ കച്ചറ കൂടുക കേട്ടോ. കച്ചറ കൂടുന്നവർ സംസാരത്തിൽ ഭക്തി കാണിക്കാതിരിക്കുക, സമ്പത്തിൽ ഭക്തി കാണിക്കാതിരിക്കുക, കടം വാങ്ങുക കേട്ടോ, കൊടുക്കാതിരിക്കുക. എന്നിട്ട് പള്ളിയിൽ പോയി കടം വാങ്ങിയിട്ട് കൊടുക്കാതെ പറ്റുമോ എന്ന് ചോദിക്കും. അന്റെ വാങ്ങി കുടിയാലോ കൊടുത്തോ കുറ്റക്കാരനാവുക. ഇതിനെക്കാളും നല്ല വാങ്ങാതൊക്കെ എല്ലാത്തിനിടയിൽ കേട്ടോ. ഒമ്പടൊന്നാണ് സ്വത്ത് നേരെയാക്കണമെങ്കിൽ നെഞ്ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസ് പറയാം. ആരോടാ സമ്മതിക്കാൻ പറ്റണ്ട, ആരോടാ കടന്ന നെഞ്ചത്ത് റസൂൽ നിസ്കാരം കഴിച്ചു ഇയാളാണു എബി വെച്ചു അല്ലിന്ന വലുതുകൈ അലാ ഇടതലയുടെ മുകളിൽ ബാക്കി കൂടിയിട്ട് അലാ ചൊല്ലി നെഞ്ചത്ത് വെച്ചിട്ട് അവിടെ നിർത്താൻ അറിയാം. ബാക്കി നമ്മളുമായി ഉറപ്പുണ്ടായി. ഇതിന് വലിയ റിസ്ക് ഒന്നുമില്ല. ഇത് നബി വെച്ചമായി തന്നെ വെക്കേണ്ട സംശയമല്ല. ഏത് നെഞ്ചത്ത് വെറും നെഞ്ചത്തല്ല, ഒരാളോട് പകയില്ലാത്ത, തെറ്റി നിൽക്കാത്ത, വിദ്വേഷമില്ലാത്ത, പാരവെക്കാത്ത, നട്ടപ്പാതയ്ക്ക് ചർച്ച കൂടിയിട്ട് പിറ്റേ ദിവസം അവനെ തീരുമാനിക്കാൻ, ഓലെ കട പൂട്ടിക്കാൻ തീരുമാനിക്കാത്ത ആ നെഞ്ചത്തിന് വെച്ചു. അതിനെപ്പറ്റി അർത്ഥം ഉണ്ടാവില്ല.
ഇഷ്ടമല്ലാതായി പോകുന്നത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ മാറി എന്നിട്ട് എന്താ വെച്ചാൽ ഭാഗ്യമായതിൽ മാത്രം പരിശുദ്ധ ഖുർആൻ ആയത്ത് കൂടി ഓതട്ടെ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലെ കച്ചവടക്കാരൻ നാട്ടിൽ 100 കച്ചവടക്കാരൻ്റെ 100 ആൾക്കാരും ഒന്നുകിൽ പറ്റിക്കും, അല്ലെങ്കിൽ അളവിലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊടുക്കാതെ കള്ളത്തരം പറഞ്ഞ് സാധനം കൊടുക്കും, ഒക്കെ ചെയ്യും. ശുഐബ് നബി മാത്രം ഏറ്റവും മികച്ച കച്ചവടം, ഒരാളിൽ പറ്റിക്കാതെ കച്ചവടം ചെയ്യും. അവർ ബാക്കി മുഴുവൻ വന്ന കച്ചവടക്കാർ ശുഐബ് നബിയോട് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് നമ്മൾ വായിക്കണം. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ ആയത്താണ്. എന്താ കേൾക്കാൻ? ഖാലൂ യാ ശുഐബ്, ബാക്കി കച്ചവടക്കാരെ ശുഐബിനോട് ചോദിക്കട്ടെ, ശുഐബേ അസ്സലാത്തുക തഅ്മുറു, നിന്റെ നിസ്കാരമാണ് നിന്നോട് കൽപ്പിച്ചത്. ഈ നിസ്കരിക്കണോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്ത്? അന്നതുകമായ ആബാഉന ഔ അന്നഫഅല ഫീ അംവാലിനാ മാ തൽമാനശാ. ഒന്ന് വിഗ്രഹാരാധന നടത്താക്കിയ കാലം, 2 ഞങ്ങൾ പൈസ ഇഷ്ടം പോലെ തോന്നിയ പോലെയാണ് കള്ളക്കച്ചവടം നടത്തുമ്പോൾ ഈ മാത്രമേ അങ്ങാടി കള്ളത്തരം കാണിക്കാറ് കച്ചവടം നടത്താൻ കാരണം ഈ നിസ്കരിക്കുന്ന ആളായതുകൊണ്ടാണോ? കണ്ണൂരങ്ങാടി എന്താ പറയണ്ടേ? ആ കടയിൽ പോയിക്കോ, ആ ടെക്സ്റ്റൈൽസ് പോയിക്കോ, ആ AC ഷോപ്പ് പോയിക്കോ, ആ പലചരക്ക് കൂടി പോയിക്കോ, അയാൾ നിസ്കരിക്കുന്ന ആളാണ്. അയാൾ പറ്റിക്കൂല. അയാൾ തറാവീഹിന് വരുന്ന ആളാണ്. അയാൾ ഒരു മനുഷ്യൻ, മുതിർന്ന ആള് പോയാലും കുട്ടി പോയാലും അയാൾ കുട്ടിയാന്ന് എഴുതി പഴയ സാധനം കൊടുത്തുകൂടില്ല. എന്നും പറയുമ്പോഴാണ് ദീനാകുക. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് ഒരാളെ പറ്റി പറഞ്ഞത്. അമീറുദ്ദീൻ അയാളെ കണ്ടില്ലേ, എത്ര ഭക്തനായ മനുഷ്യനാണ്. എന്താ സമയം നമുക്ക് എല്ലാവർക്കും ഭക്തനാണ് അമീറുദ്ദീൻ പറഞ്ഞത്. അമീറുദ്ദീൻ ചോദിച്ചു, ഈ അയാളെ ഭക്തനാന്ന് പറഞ്ഞ അടയാളം അല്ല കണ്ടറിയില്ലേ അമീറുദ്ദീൻ? 3 കാര്യം അമീറുദ്ദീൻ ചോദിച്ചു. ഈ അയാളുടെ യാത്ര ചെയ്തു, നീ അയാളോട് സാമ്പത്തികമായി ഇടപെടണമെങ്കിലോ, നീ അയാളുടെ കൂടെ ഏതെങ്കിലും ദിവസങ്ങളിൽ താമസിച്ചോ? ഇത് 3ഉം ചെയ്യാതെ ഒരാൾ ഭക്തനാണ് എന്ന് പറയുന്നത് ഏത് ദീനിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളെ കണ്ടാ പറയാം ഒരു ഈമാന്റെ തലക്കെടുണ്ട്. എന്താ പറയുക? ഒന്നുമില്ല, ജുബന തിരക്കിന് തേച്ച തീവ്ര തിരക്കി, അല്ലെങ്കിൽ ദേശത്തിന്റെ സൈസ് അത് മാറണം. ഞാൻ പറഞ്ഞത് ആ പറയുമ്പോൾ ദീനിന്റെ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ കുടുംബം എന്റെ ദീനിന്റെ സന്തോഷം അനുഭവിക്കണം. എന്റെ അയലോകക്കാരും എന്റെ കച്ചവടക്കാരും എന്റെ സ്ഥാപനത്തിലെ ബാക്കി മാഷന്മാരും എന്റെ ദീനിന്റെ സന്തോഷം അവർ അനുഭവിക്കാൻ കഴിയണം. അതെന്തേ? എന്റെ മുന്നിൽ ഒരാൾ ഞാൻ വണ്ടിക്ക് പോകുമ്പോ മുന്നിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട കാത്തു പൊയ്ക്കോളി എന്ന് പറയണം. കാരണം എന്തായാലും ഞാൻ ഈ കാക്കാനും ബാപ്പാനും കാലുണ്യം കാണിക്കുമ്പോഴേ അള്ള കാലുണ്യം കാണിക്കൂ എന്ന ദീൻ എന്നിലേക്ക് വരണം. എനിക്ക് പ്രതികാരം ചെയ്യാൻ നിൽക്കുമ്പോഴും സാരല്ലടാ, ഇത് പൊയ്ക്കോ, ഞാൻ പുറത്തു നിൽക്കുകയെന്ന് ഞാൻ പറയണം. കാരണം ഞാൻ കൊടുത്താലേ തറാവീഹിന് ശേഷവും നിസ്കാരത്തിന് ശേഷവും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന പാപം അള്ള എനിക്ക് പുറത്തു തരുകയുള്ളൂ. എനിക്ക് ബോധ്യം ഉണ്ടാകണം. എന്റെ ബാപ്പിന് പറഞ്ഞ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഈ പ്രായം പറ്റുന്നില്ല. സാരല്ല, എന്റെ ബാപ്പാനോടുമാണ് ഞാൻ അങ്ങനെ നല്ലപോലെ നിൽക്കുള്ളൂ. കാരണം ബാപ്പാനുമാണ് നല്ലപോലെ നിൽക്കുമ്പോഴേ അള്ളാഹു എന്റെ വിഷയവും പരിഗണിക്കുള്ളൂ. ആളുകളോടും സമൂഹത്തോടും കുടുംബത്തോടും നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ ഉടമകളായി മാറുക. അതാണ് നമ്മുടെ ആരാധനകൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവരായി, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. റഹ്മാനെ. സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ നടത്തുന്ന കളക്ഷൻ നമ്മൾ ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് 100% നമ്മൾക്ക് സാധ്യതയുള്ള തൗഹീദിന്റെ പുതിയ വെളിച്ചം ഉള്ള ഒരു പ്രദേശത്തേക്കുള്ള ഒരു പള്ളി നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് 100% പൈസ അതിനുവേണ്ടി മാത്രമേ ചെലവഴിക്കുള്ളൂ. അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ച് സ്വതക്കത്തുൽ ജാരിയയായി നമ്മൾക്ക് പരലോകത്തിൽ വീട് അള്ളാഹു നിർമ്മിച്ചു തരുന്ന നിയ്യത്തുമായി നിങ്ങൾ പരമാവധി സഹകരിക്കണമേ എന്ന് മാത്രം ആവശ്യപ്പെടുകയാണ്. അതിലൊരു രൂപ പോലും മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കില്ല. പറ്റുന്ന ആളുകൾ കഴിവിന്റെ പരമാവധി സഹകരിക്കണം. ഇന്നില്ലാത്തവർ പിന്നീട് ബന്ധപ്പെട്ടാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി പെരുമാറാകട്ടെ.
ലൈലത്തുൽ ഖദർ സമ്മാനമായി ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഉസ്താദന്മാർ, നീ എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അറ്റമില്ലാത്ത കൂലി നൽകി റയ്യാൻ കവാടത്തിലുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് അവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, വിദഅത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീരമോഹികളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സമാധാനവും സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രാജ്യത്ത് നടക്കാൻ പോകുന്ന വലിയൊരു തെരഞ്ഞെടുപ്പിൽ ദീനിയായി ജീവിക്കാൻ പറ്റുന്ന, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും സാഹോദര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം തെരഞ്ഞെടുപ്പുകളിലൂടെ, അതിന്റെ വിജയത്തിലൂടെ നീ ഉണ്ടാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഇതുപോലെ കുടുംബസമേതം അംബിയാ മുസ്ലിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരുവാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ആരാധനകളോടൊപ്പം അതിനനുസരിച്ചുള്ള സ്വഭാവവും നല്ല പെരുമാറ്റങ്ങളും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم